ഫസ്റ്റ് ഡേ മൈ ലൈഫ് വീഡിയോ കേട്ടോ അത്. ആദ്യം സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അവന് സ്കൂളിൽ പോയിട്ടാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പോയി കുറച്ച് നേരം നമ്മൾ സിറ്റൗട്ടിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ ഉണ്ടല്ലോ പൂരപ്പറമ്പ് പോയ അവസ്ഥയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ആദ്യം ഞാൻ ഫസ്റ്റ് തുടങ്ങൽ കിച്ചണിൽ നിന്നാട്ടോ. കിച്ചണൊക്കെ ഒന്നൊന്നര രീതിക്കൂടെ കിടക്കുന്നുണ്ടാവും. സ്കൂൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ആകെ പരന്നെടുക്കുന്നുണ്ടാവും. അതൊക്കെ ക്ലീനാക്കി പിന്നെ അകത്തേക്ക് കയറി അകത്തുള്ളൊക്കെ പൊറുക്കി അടിച്ച് വാരി ഇട്ടു. പിന്നെ ഇനി അടുത്ത പരിപാടി തുടക്കലാണ്. തുടക്കെല്ലാം തുടക്കലും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് കർട്ടനും പൊക്കിയിട്ടിട്ട് പോക്കിച്ചിട്ടിട്ട് വാതിൽ ക്ലോസ് ചെയ്തിടും. അത് പുകച്ചിടുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ പിന്നെ അകത്ത് കയറുമ്പോൾ. അപ്പം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അത് പുകച്ചിടും. അത് കഴിഞ്ഞ് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങി. പിന്നെ ഒരു 3:30-4 മണിയാകുമ്പോൾ വീണ്ടും ഇറങ്ങി. അപ്പം ഇന്ന് നമുക്ക് സമൂസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വന്നിട്ട് ആലോചിക്കും എന്തുണ്ടാക്കണം എന്നുള്ളത്. സമൂസക്കുള്ളതൊക്കെ റെഡിയാക്കുക. കട്ട് ചെയ്യാൻ കൊടുന്ന് വെച്ചു. ഫ്രൂട്ട്സ് നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള ഫ്രൂട്ട്സ് ഫ്രീസറിന് എടുത്ത് വെച്ചു. അത് വെള്ളത്തിലിട്ടേക്കണം കേട്ടോ, എന്നാലേ അപ്പോഴേക്ക് ഐസ് കട്ടാകുള്ളൂ. പിന്നെ സമൂസക്കുള്ള പരിപാടികൾ തുടങ്ങി. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. പിന്നെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പത്തിരി ഉണ്ടാക്കണോ കറി ഉണ്ടാക്കണോ നോക്കും. അപ്പോൾ പറഞ്ഞ് വേണ്ടെന്ന് ചോറാക്കുക വിചാരിച്ചിട്ട് മന്തിയല്ല കബ്സ അല്ലാതെ ബിരിയാണി അല്ലാത്തൊരു റൈസാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ പ്രത്യേക പേരൊന്നുമില്ല. അപ്പോൾ തോന്നുന്ന പോലെ റൈസ് വെക്കുന്നതാണ്. അപ്പം അങ്ങനെ നമ്മളെ സമൂസൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. വെജിറ്റബിൾസ് കട്ട് ചെയ്തതിട്ടു, മസാല ഇട്ടു, ചിക്കൻസൊക്കെ ആഡ് ചെയ്തു. പിന്നെ അങ്ങനെ സമൂസൻ്റെ മസാല ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി എടുത്ത് നമുക്ക് അതവിടെ വെച്ചിട്ട് നിസ്കരിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നിസ്കരിക്കാൻ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ സമൂസ ചുറ്റിട്ടോ എല്ലാം ചുറ്റി വെച്ചു. അതിൽ ആ മാവിനുള്ള സമൂസയൊക്കെ നമ്മൾ റോൾ ചെയ്ത് വെച്ച്. പിന്നെ വിചാരിച്ചു ചിക്കനും ഉണ്ടെന്ന് നമുക്ക് കുറച്ച് ബ്രോസ്റ്റ് വെക്കാം വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മസാല വെച്ച്. പിന്നെ ചായക്ക് വെള്ളം വെച്ചിരുന്നു. ബാക്കി വന്ന് സമൂസ ഫ്രീസറിൽ വെച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. സമൂസ പൊരിച്ചുകൊണ്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള പരിപാടി കേട്ടോ. എന്ത് ചോറാന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേക പേരൊന്നുമില്ല. ഞാൻ കണ്ടുപിടിച്ചൊരു ചോറാണ്. മേ ബി എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ എളുപ്പത്തിന് ഞാൻ ഉണ്ടാക്കിയൊരു ചോറെന്ന് പറയാം. അങ്ങനെ സമൂസൻ്റെ പൊരിയൊക്കെ കഴിഞ്ഞു. പിന്നെ മസാലയൊക്കെ ഇട്ട് ചിക്കൻ ഇട്ടു. പിന്നെ അരി ഇട്ടു കേട്ടോ. അങ്ങനെ 3 വിസിലടിച്ചപ്പോൾ റൈസ് റെഡിയായി. പിന്നെ കിച്ചൺ ഒരു 1.5 കടപ്പായിരുന്നു. അത് ക്ലീനാക്കി അപ്പോഴത്തേന് നോമ്പുറക്കാനുള്ള ടൈമായി. അപ്പോൾ സ്നാക്സും വെള്ളവും ജ്യൂസും കുടിച്ചിട്ട് നോമ്പ് തുറന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ പോയി. പിന്നെ മോനൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം പുസ്തകം എടുക്കാൻ നിൽക്കും. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ വെച്ച റൈസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. അപ്പോൾ അത് തുറന്ന് നോക്കി. 8:30-9 മണി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ചെരിഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം മന്തി ഇല്ലാത്ത റൈസായിരുന്നു. പിന്നെ ബിരിയാണി ബ്രോസ്റ്റ് നമ്മളവിടെ മസാല വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് പിന്നെ ഒന്ന് ഫ്രൈ ആക്കണമല്ലോ. അപ്പോൾ അത് ഫ്രൈ ആക്കി. അങ്ങനെ അതൊക്കെ ഫ്രൈ ആക്കി കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീനാക്കി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ വിളമ്പി. കുഴപ്പമുണ്ടായില്ല കേട്ടോ റൈസ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു ദിവസം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.